നമുക്കിന്ന് ഒരു സെമി സിൽക്ക് സാരിയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നല്ല രസമുള്ള ഒരു ഫുള്ളൊരു ഹെവി ലുക്കിൽ ആൻഡ് ഒരു ഗ്രാൻഡ് ലുക്കിലും കൂടെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്ക്. ആൻഡ് ഇത് 1599 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഞാനിത് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കാഞ്ചീപുരത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ നമ്മളെപ്പോഴും കണ്ടിട്ടില്ലാത്ത ഈ ഒരു അൺയൂഷ്വൽ ബ്ലൂ ടോണും കൂടെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഡബിൾ ഷെയ്ഡിൻ്റെ ലുക്കും, ആ ഒരു ഡബിൾ ഷെയ്ഡിലെ നേവിയും ആ ഒരു പീകോക്കിൻ്റെയൊക്കെ സാരീസ് നമ്മൾ കാഞ്ചീപുരത്തിൽ കാണാറുണ്ട്. അതുപോലത്തെ ഉള്ള ഒരു ഫീലിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മളിതിനകത്ത് സ്റ്റോക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റോഴ്സിനും നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് കോപ്പർ സെറി വീവ്, ഇതിനകത്ത് ആ ഒരു കോമ്പിനേഷൻ വാട്ട് മേക്സ് ഇറ്റ് പ്രിറ്റി ഇസ് ദി കോപ്പർ സെറി വോവൺ ബോർഡേഴ്സ് ഇൻ ദിസ് വൺ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസും പല്ലുവും ഇതേപോലത്തെ ഇപ്പോൾ പല്ലുവിൻ്റെ പാറ്റേൺ ഒരു ബാസ്ക്കറ്റ് വീവിങ്ങിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ പോലെയാണ്. ബ്ലൗസിൽ വന്നിട്ട് ഡയമണ്ട് ഡിസൈൻസ്, പക്ഷേ ഇതുപോലെ തന്നെ ആയിരിക്കും ഒരിക്കുന്നു കേട്ടോ. ആ ഒരു സെറിയുടെ കളർ കൂടുതലായിട്ട് നമുക്ക് എടുത്ത് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു മീഡിയം വെയ്റ്റിൽ വന്നിരിക്കുന്ന സാരീസാണ്. ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമാണ്, ഡ്രേപ്പ് ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ ആ ഒരു വെയർ ചെയ്യാനുള്ള ഒരു ഈസിനെസ്സും ഒക്കെ ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുള്ള സാരീസാണ്. KF160 എന്ന കോഡിൽ ഇത് അവൈലബിൾ ആക്കിക്കുക. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1599. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡ് ഒരു നേവി ടോണിൽ വന്നേക്കും. അതിൻ്റെ വേറെയും കുറച്ച് കളേഴ്സ് നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാം ഡ്രേപ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട്. സെൽഫ് കളറിലെ ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. വി ഹാവ് എ ബ്യൂട്ടിഫുൾ യോക്ക് ഡൺ ഇറ്റ്. ആൻഡ് അതിൻ്റെ കൂടെ ബത്തീക്കിൽ നല്ലൊരു അബ്സ്ട്രാക്ട് ഫീലിംഗ് വരുന്നുള്ളൊരു ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലെയൊക്കെയുള്ള ഒരു ഫീലിംഗ്. പക്ഷേ ഇത് ആക്ച്വലി ഒരു റെയർ ലുക്കാണ് കേട്ടോ. അതിൻ്റെ കളേഴ്സും ഭംഗിയാണ്. നമ്മളെ കണ്ടുപഠിക്കുന്ന കളേഴ്സല്ല. എന്തായാലും ബ്ലൂ ആണെങ്കിലും ഒരു ഓറഞ്ചിഷ് ബ്രിക്ക് ടോൺ വന്നിട്ടുള്ള ഓറഞ്ച് ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇടുമ്പോഴും നമുക്കൊരു ഭംഗി തോന്നുന്ന കളേഴ്സുമാണ്. നല്ല ജോർജറ്റിലാണ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് കാണാം. ടോപ്പും ദുപ്പട്ടയും ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് ഈ ഒരു യോക്കിനെ എംഫസൈസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഹാൻഡ് എംബ്രോയിഡറി വളരെ സട്ടിലായിട്ട് നല്ല തിക്ക് കോട്ടൺ യാൻസ് വെച്ചിട്ട് ചെയ്തേക്കാം. അപ്പോൾ അത് ഡൈഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് വരുമ്പോഴത്തേക്കും ലൈക്ക് അതിനകത്ത് അതേ കളറിൽ തന്നെ നമുക്കത് മാച്ച് ചെയ്ത് വരാൻ പറ്റും. എനിക്ക് മോസ്റ്റ്ലി ദിസ് ഇസ് ഡയബിൾ യാൺസ് യൂസ് ചെയ്തേക്കുന്ന എംബ്രോയിഡറിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആ ഒരു കളറും കൂടി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് നല്ല മെറൂൺ ഷെയ്ഡിൻ്റെ കൂടെ ഒരു ലൈലാക്ക് ടോണിൻ്റെ ഒരു കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ബോർഡർ ത്രൂ ഔട്ട് വർക്ക് ഈ ഒരു ബത്തീക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് ലേസ് ഡീറ്റെയിൽ വെച്ചിട്ടാണ് എഡ്ജ് ഫിനിഷ് ചെയ്തേക്കുന്നത്. സെറ്റൂൺ ബോട്ടാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ടോപ്പും ദുപ്പട്ടയും ഗുഡ് ക്വാളിറ്റി ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കളേഴ്സ് കാണാം. ആൻഡ് നേവി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത്. ആൻഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം. ഫോട്ടോസിൻ്റെ അകത്ത് ഉണ്ടാവും, എന്നാലും നമുക്കൊന്ന് കാണാം കേട്ടോ. ഇതാണ് അതിൻ്റെ സെറ്റൂൺ ബോട്ടം വന്നിരിക്കുന്നത്. ഇത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സെറ്റൂണാണ് കേട്ടോ. നല്ല കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയലാണ്. നമുക്കതിനകത്ത് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം എന്തായാലും വരത്തില്ല. ബോട്ടംസ് ലൈനിങ് വേണ്ട, എന്നാലും സം പീപ്പിൾ വുഡ് ഫൈൻഡ് ഇറ്റ് മോർ കോൺഫിഡൻറ്റ് എന്നുള്ള ഒരു രീതിക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. നേവി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ലുക്ക്. അപ്പോൾ നമുക്കിതിനകത്ത് നമ്മളുടെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ്, എന്നാലും നമുക്ക് ആ ഒരു വർക്ക് തീരെ കളയണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ നമുക്ക് അതിനെ കുറച്ചും കൂടി ഒന്ന് ലോ പോർഷനിലോട്ട് കൊടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ അത് വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതാണ് അതിൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. ആൻഡ് ദെൻ അത് അപ്പോൾ അതിനകത്ത് ലോങ് ഹാർട്ടി സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ട്സിൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഫുൾ ആ ഒരു വർക്ക് തന്നെയാണ്. വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. ആൻഡ് ദെൻ വി ഹാവ് ബ്രിക്ക് ഓറഞ്ച് ആൻഡ് പീച്ചി ഷെയ്ഡ്, ഇല്ല ഒരു ലൈറ്റ് ഓറഞ്ച് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ആൻഡ് പാഡ് വിത്ത് ദിസ് ദുപ്പട്ട. ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് നല്ല രസമുള്ള കോമ്പിനേഷൻ. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ബ്രിക്ക് ടോൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ അത് കുറച്ചും കൂടി റെഡിഷാണ് കേട്ടോ. അത് ഞാൻ ഇച്ചിരി കൂടിയാണ്
പക്ഷേ ഫാബ്രിക് ഡിഫറെൻ്റ് ആയിട്ട് ഡൈ പിക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസവും കൂടി ഉണ്ട്. കോഫി ബ്രൗണും ബേജുമായിട്ടുള്ള ഒരു ലാറ്റെ ഷെയ്ഡാണ്. ബേജ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ കോമ്പിനേഷൻ കാപ്പിപ്പൊടിയുടെ കളറും പിന്നെ നമ്മളൊരു ലാറ്റെ കുടിക്കുമ്പോൾ ഉള്ള ഒരു ഷെയ്ഡും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ഈ സ്റ്റോക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്. ബട്ടർ ക്രീപ്പ് ലൈനിങ് ഒക്കെ ഇട്ട് നമ്മളൊരു സിമ്പിൾ ലുക്കിൽ, വേറെ ഒന്നും യു ഡോണ്ട് ഹാവ് ടു ഗോ ഓവർ ദി ടോപ്പ്. പിന്നെ ഇഫ് യു വോണ്ട് ടു ഹാവ് എ ഡിഫറെൻറ്റ് പാറ്റേൺ, ഇഫ് യു കംഫർട്ടബിൾ വിത്ത് റഫിൾ ബട്ടർഫ്ലൈ സ്ലീവും എല്ലാം വേണമെങ്കിൽ ഡബിൾ ലെയർ ആയിട്ടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. മെറ്റീരിയൽ അവൈലബിലിറ്റിയും കൂടെ നമുക്ക് നോക്കാം വേണം. നിങ്ങളുടെ ഈ യോക്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു സ്റ്റൈൽ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതുണ്ടോ എന്ന് തോന്നുന്നു. ആൻഡ് യു ക്യാൻ ജസ്റ്റ് ചെക്ക് വിത്ത് യുവർ ടൈലർ, ഓർ ഇഫ് യു ഇവിടെ സ്റ്റിച്ചിങ്ങിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ആഡ് ചെയ്താൽ മതി ടൈലറിങ് നീഡണ്ടെന്നുള്ളത്. അപ്പോൾ ദേ വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. യു ക്യാൻ എക്സ്പ്ലോർ ഓൾ ദി പോസിബിലിറ്റീസ് ദെയർ. സോ PFS 300. ഫുള്ളി ജോർജറ്റ് ലുക്കിൽ വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ. ഇതിനകത്ത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ജോർജറ്റിൽ തന്നെയാണ്, സെയിം ക്വാളിറ്റിയാണ്. ആൻഡ് യു ഗെറ്റ് അറൗണ്ട് 7.5 meters നമുക്ക് ഇതിനകത്ത് ജോർജറ്റിൽ കിട്ടുകയാണ്. അപ്പോൾ നമുക്കൊരു ഭയങ്കര ഫ്ലെയറി ആയിട്ടുള്ള ഒരു ലുക്കോ, ഇല്ല ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സൽവാർ സെറ്റിൻ്റെ ലുക്കാണെങ്കിലോ, ഡ്രസ് ഗൗൺ ആൻഡ് വിത്ത് ദുപ്പട്ട ലുക്കാണെങ്കിലോ ഒക്കെ നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ആൻഡ് ദ കളർ പാലറ്റ് ഇസ് മോർ ലൈക്ക് എ വെരി വൈബ്രൻറ്റ് നോർത്ത് ഇന്ത്യൻ പാലറ്റിനകത്ത് വന്നിരിക്കുന്ന കളക്ഷനാണ്. സോ യു ഹാവ് എ പിങ്കിഷ് റെഡ് ആൻഡ് എ മസ്റ്റേർഡ് യെല്ലോ, ഒരു രാമ ഗ്രീനിൻ്റെ ക്ലോസിൽ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് നേവി. എവറിത്തിങ് ഹാവ് വൈറ്റ് പ്രിൻറ്റ് ഇൻ ഇറ്റ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ടൈ ആൻഡ് ഡൈയുടെ ഫീലാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി സ്ക്രീൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ആൻഡ് ടൈ ആൻഡ് ഡൈയുടെ ഫുൾ ലുക്കാണ് ഇതിനകത്ത് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ബോട്ടം സെയിം ജോർജറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ പ്രിൻ്റ് ടോപ്പ് ദുപ്പട്ടയുടെ സെൻറ്റർ പോർഷനിൽ വന്നിരിക്കുന്ന അതേ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2299 ആണ്. ബട്ടർ ക്രേപ്പ് ലൈനിങ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ ഒരു ഫാള് കറക്റ്റായിട്ട് കിട്ടാനും അതിൻ്റെ ഒരു ഭംഗിക്കൊക്കെ ദിസ് ഫാബ്രിക് ഇസ് റിയലി ഗുഡ്. തൊടുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയിൽ ജോർജറ്റിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ദ ടെക്സ്ചർ എവറിത്തിങ് ഇസ് സോ നൈസ്. നമ്മൾ സിന്തറ്റിക് ജോർജറ്റ്സിൽ കാണുന്ന ഒരു മാറ്റ് ഫിനിഷിംഗ് ഒന്നും അല്ല ഈ ഒരു സെറ്റിന് വന്നേക്കുന്നത്. ആൻഡ് ഒരു വെയിറ്റുള്ള ജോർജറ്റ് ഉണ്ടല്ലോ, നല്ലതാണ് കേട്ടോ. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. ആൻഡ് നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ഇതാണ് അതിൻ്റെ ബോട്ടം. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലും ആക്ച്വലി ഭംഗിയായിരിക്കും. നമ്മൾ അതനുസരിച്ചിട്ടുള്ള പ്ലേസ്മെൻറ്റ്സിനകത്ത് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. യെല്ലോ ഷെയ്ഡായിരുന്നു അത്. ആൻഡ് ദെൻ വി ഹാവ് എ രാമ ഗ്രീൻ ലുക്ക്. ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ് and this is the bottom and this is the dupatta. ഒരു ഗ്രേ ടിൻ്റ് വന്നിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ. ചെറുതായിട്ട് നമ്മൾ ആ ഒരു ഷെയ്ഡ് നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും, ചെറുതായിട്ടുള്ള ഒരു ഗ്രേ ടിൻ്റ് അതിനകത്ത്. ദിസ് ഇസ് ദി ലുക്ക്. ആൻഡ് ദെൻ വി ഹാവ് ഒരു തണുപ്പുള്ള ഫാബ്രിക്കാണ് കേട്ടോ. തൊടുമ്പോഴൊക്കെ ഒരു തണുപ്പുള്ള മെറ്റീരിയലാണ്. ആണ് എൻ്റെ ബോട്ടം നേവിയിൽ. ആൻഡ് ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. അപ്പോൾ PFS 352 എന്ന കോഡിലാണത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. റൈറ്റ് നമ്മളിതിനെ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ ഡിലേയ്സ് ഒന്നും നമുക്ക് വരത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ചെക്ക് ഇറ്റ് ഔട്ട്.